അധ്യായം 57 കണിക്കൊന്ന. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ അഭിമാനമായ കണിക്കൊന്നയെക്കുറിച്ചാണ്. ശാസ്ത്രീയമായി കാസിയ ഫിസ്റ്റുല എന്നറിയപ്പെടുന്ന ഈ മരം ഗോൾഡൻ ഷവർ ട്രീ, ഇന്ത്യൻ ലെബർനം എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ഇടത്തരം വലിപ്പമുള്ള ഈ മരം ചിലയിനം ചെറിയ മരങ്ങളായും കാണപ്പെടുന്നു. വസന്തകാലത്ത് മഞ്ഞപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ മരം നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പവുമാണ്. വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കണിക്കൊന്ന. ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്ന മരമാണിത്. ഇതിന്റെ തടിക്ക് നല്ല ബലവുമുണ്ട്. കണിക്കൊന്നയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ? ഈ മരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ. മണ്ണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് കണിക്കൊന്നയ്ക്ക് ആവശ്യം. മണൽ, കമ്പോസ്റ്റ്, മേൽമണ്ണ് എന്നിവയുടെ മിശ്രിതം ഉപയോഗിക്കാം. pH മൂല്യം 6 മുതൽ 7.5 വരെയുള്ളത് ഉത്തമം. വെള്ളമൊഴിക്കൽ. മിതമായ രീതിയിൽ വെള്ളമൊഴിച്ചാൽ മതിയാകും. മണ്ണിന്റെ കേവരിഭാഗം ഉണങ്ങുമ്പോൾ നനയ്ക്കുക. വേനൽക്കാലത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം. വളം. വർഷത്തിൽ 2 തവണ വളം നൽകാം. കാലവർഷത്തിന് മുമ്പും ശേഷവുമായിരിക്കും നല്ല സമയം. ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി എന്നിവയടങ്ങിയ ജൈവവളങ്ങൾ ഉപയോഗിക്കാം. രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ അളവിൽ നൽകാൻ ശ്രദ്ധിക്കുക. സൂര്യപ്രകാശം. കണിക്കൊന്നയ്ക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. ദിവസവും 6 മുതൽ 8 മണിക്കൂർ നേരം നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം നടാൻ. തണലിൽ വളരുകയാണെങ്കിൽ പൂക്കൾ കുറവായിരിക്കും. കണിക്കൊന്നയുടെ പരിപാലനം വളരെ എളുപ്പമാണ്. എണ്ണ്, വെള്ളമൊഴിക്കൽ, വളം, സൂര്യപ്രകാശം എന്നിവ ഉറപ്പുവരുത്തിയാൽ നിങ്ങളുടെ വീട്ടിലും മനോഹരമായ ഒരു കണിക്കൊന്ന വളർത്തിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഒരു കണിക്കൊന്നയെങ്കിലും വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. Like, share and subscribe. Thank you.